ഹായ് എവരിവൺ, വെൽക്കം ടു ഹയാസ് വേൾഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വാനില സ്പോഞ്ച് കേക്ക് വീട്ടിൽ തന്നെ അതും കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. കോഴിമുട്ട 4 എണ്ണം, വാനില എസൻസ് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. അപ്പോൾ നമ്മുടെ കോഴിമുട്ട നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. 4 കോഴിമുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ലാർജ് സൈസിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ട മതി. അത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ 4 എണ്ണം എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ നമ്മൾ ചേർക്കുകയാണ്. ഏകദേശം ഈ കപ്പിൻ്റെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3/4 കപ്പ് പഞ്ചസാരയാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മിക്സ് നന്നായിട്ട് നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ബീറ്റർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മിക്സിയിൽ വെച്ച് അടിച്ചാൽ നമുക്ക് ഇതേപോലത്തെ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഒരു 5 to 6 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം നമുക്ക് കേക്ക് സ്പോഞ്ച് കേക്കാവും. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്ററിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു 5 to 6 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് വീട്ടിൽ തന്നെ കുക്കറിൽ എങ്ങനെ നമുക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് ഈ സ്പോഞ്ച് കേക്ക്. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ടൊരു ക്രീമി രൂപത്തിൽ ആയിട്ടുണ്ട്. അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ ബാറ്റർ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓവനിലല്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്, കുക്കറിലാണ്. കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. 10 മിനിറ്റായിട്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ടൊന്ന് എണ്ണ തൂവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് എണ്ണ തൂവിയതിന് ശേഷം നമ്മുടെ ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ആ ബാറ്റർ. അപ്പോൾ നമ്മുടെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാവാൻ വെക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ നമ്മുടെ കുക്കർ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. നമ്മുടെ കേക്ക് എങ്ങനെ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്മെല്ല് വരും, ഒരു കേക്കിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തത്, ഒരു 10 മിനിറ്റും കൂടി കുക്കാവണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗണിഷ് കളറാവണം. അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സ്പോഞ്ച് കേക്ക് വീട്ടിൽ തന്നെ, അതും കുക്കറിൽ ഓവനോ ബേക്കിംഗ് സോഡയോ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനത്തെ ടിപ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ടിപ്സ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ഹയാസ് വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വാച്ചിങ് അവർ ചാനൽ ഹയാസ് വേൾഡ്.